കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ കലകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കലകളാണ് കുട്ടികളെ നേർവഴിക്ക് നയിക്കുന്ന ഒരു സങ്കേതം. കലകൾ തന്നെ ഏറ്റവും ലളിതമായ കലയാണ് ശില്പകല. ശില്പകലയിലെ പ്രാഥമിക പാഠങ്ങളിൽ ഒന്നാണ് കളിമൺ ശില്പരചന. കളിമൺ ശില്പരചന ശീലിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ നിരവധിയാണ്. കളിമൺ ശില്പരചനയിലൂടെ പ്രധാനമായി ലഭിക്കുന്ന 10 ഗുണങ്ങളെപ്പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, കുട്ടികളുടെ വിരലുകൾക്ക് നല്ല വ്യായാമം ലഭിക്കുന്നു. കാരണം ഈ കളിമണ്ണ് കുഴക്കുന്നതിനും വിവിധ ആകൃതികൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും സാധാരണ വിരലുകളാണ് ഉപയോഗിക്കാറ്. അപ്രകാരം വിരലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ വിരലുകൾക്ക് നല്ല വ്യായാമം ലഭിക്കുന്നു. രണ്ടാമതായി, കുട്ടികൾക്ക് ലഭിക്കുന്ന ഗുണം വിരലുകളുടെ സൂക്ഷ്മവും ശക്തവുമായ ചലനങ്ങൾ സാധ്യമാകുന്നു. പലപ്പോഴും മൃദുവായും ശക്തമായും കളിമണ്ണ് വെച്ച് പിടിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ ഈ ശില്പരചനാ രീതിയിൽ ആവശ്യമായതുകൊണ്ട് അപ്രകാരം വിരലുകളെ ചലനങ്ങൾ കൺട്രോൾ ചെയ്യാൻ കുട്ടികൾ പരിശീലിക്കുന്നു. മൂന്നാമതായി, കുട്ടികൾക്കുണ്ടാകുന്ന ഗുണം ഏതാണെന്ന് ചിന്തിച്ചാൽ മേൽപ്പറഞ്ഞ 2 തരത്തിലുള്ള കാര്യങ്ങളിലൂടെയും, ഒന്ന് വ്യായാമത്തിലൂടെയും 2 ചലനങ്ങളിലൂടെയും കുട്ടികളുടെ വിരലുകൾക്ക് നല്ല ബലം ലഭിക്കുന്നു എന്നുള്ളതാണ്. നാലാമതായി, കുട്ടികൾക്കുണ്ടാകുന്ന ഗുണം അവരറിയാതെ തന്നെ അവരിൽ ഏകാഗ്രത വർദ്ധിക്കുന്നു. കളിമൺ ശില്പരചനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് മറ്റൊന്നും ചിന്തിക്കാനോ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെടാനോ കഴിയാതെ വരുന്നു. അപ്പോൾ അവരറിയാതെ തന്നെ അവരിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ കളിമൺ ശില്പരചനയ്ക്ക് കഴിയുന്നു. അഞ്ചാമതായി, കുട്ടികൾക്ക് ലഭിക്കുന്ന ഗുണം ഏതാണെന്ന് ചിന്തിച്ചാൽ കുട്ടികളുടെ മനസ്സിനെ കളിമൺ ശില്പരചന ഭാവനാസമ്പന്നമാക്കുന്നു. കാരണം നിലാവ് പോലെ വളരെ ശുദ്ധമായ മനസ്സിൽ വിവിധ രൂപങ്ങൾ രൂപപ്പെടുകയും അവ കളിമണ്ണിലൂടെ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളിൽ ഭാവനയുടെ വലിയ ഒരു ആകാശമാണ് വിരിയുന്നത്. ആറാമതായി, കുട്ടികളിൽ കളിമൺ ശില്പരചന കൊണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സൃഷ്ടിച്ച കലാസൃഷ്ടികൾ കാണുമ്പോൾ അവർ തന്നെയാണോ ഇത് സൃഷ്ടിച്ചതെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ അത്ര മഹത്തരമായ സൃഷ്ടികളായിരിക്കും പലപ്പോഴും കുട്ടികളിൽ നിന്നുണ്ടാകുന്നത്. ആ കാഴ്ച കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഏഴാമതായി, കുട്ടികൾക്ക് അവരുടെ കഴിവ് സ്വയം തിരിച്ചറിയാൻ കളിമൺ ശില്പരചന കാരണമാകുന്നു. കുട്ടികളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന പല കഴിവുകളും ശില്പരചന നടത്തുന്ന വേളയിൽ അവർക്ക് ബോധ്യമാകുന്നതാണ്. എട്ടാമതായി, കുട്ടികളിൽ അക്രമവാസന ഇല്ലാതാക്കുന്നു. ഈ അടുത്ത കാലത്ത് നടന്നു വരുന്ന പത്രമാധ്യമങ്ങളിൽ നമ്മൾ കേട്ടുവരുന്ന അതിഭീകരമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആ കുട്ടികൾ
ചെറുതായിരുന്നപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കല പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ആ കുട്ടികൾ അത്തരത്തിൽ അക്രമമുള്ളവരായി തീരുകയില്ല. ഒരു ക്രിമിനലുകളും കല അഭ്യസിച്ചിട്ടുള്ളവരല്ല എന്ന് നമുക്ക് സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയും. സമൂഹത്തെ വിമലീകരിക്കാൻ കഴിയുന്ന ഏക മാർഗം കുട്ടികളിൽ കല പഠിപ്പിക്കുക എന്നുള്ളതാണ്. 9ാമതായി, കുട്ടികളിൽ കളിമൺ ശില്പരചന ക്ഷമ വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും വളരെ ക്ഷമയോടുകൂടി മാത്രമേ ഈ ശില്പരചന നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. അപ്രകാരം ശില്പരചനയിൽ ഏർപ്പെടുന്ന കുട്ടികളിൽ അത്ഭുതകരമായ രീതിയിൽ ക്ഷമ വർദ്ധിക്കുന്നു എന്നുള്ളത് ഏറെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ്. 10ാമതായി, കുട്ടികൾക്ക് ലഭിക്കുന്ന ഗുണം അവരുടെ മനോനിയന്ത്രണമാണ്. താൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടികൾ കളിമണ്ണിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ പ്രക്രിയയിൽ കുട്ടികൾ വളരെ മനോനിയന്ത്രണം പാലിക്കുന്നു. അങ്ങനെ നിരന്തരമായ ഈ പ്രവർത്തനം കൊണ്ട് കുട്ടികൾക്ക് വലിയ തോതിൽ മനോനിയന്ത്രണം സാധ്യമാകുന്നു. കളിമൺ ശില്പരചനയ്ക്ക് ഇനിയും ധാരാളം ഗുണങ്ങളുണ്ടെന്നിരിക്കെ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികൾക്ക് കളിമൺ ശില്പരചനയിലൂടെ ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റി നമുക്ക് മറക്കാതിരിക്കാം. അവരെ കളിമൺ ശില്പരചന പരിശീലിപ്പിക്കാം. അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളായി തീരട്ടെ, ഭാവനയുള്ളവരായി തീരട്ടെ.